ഹലോ ഗൈസ്, എൻ്റെ ഈ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഉള്ളി, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, മല്ലിയില, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ. ഫസ്റ്റ് നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാക്കി വരുമ്പോഴേക്കും നമുക്കതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് 4 ഉള്ളിയാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അതും ഇട്ട് നല്ലപോലെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടാട്ടോ മിക്സ് ചെയ്തത്. അത് രണ്ടും വേറെ വേറെ ആയിട്ടാണ് ഞാൻ പേസ്റ്റാക്കി വെച്ചത്. അത് രണ്ടും ഇട്ടിട്ട് നല്ലതുപോലെ അതും മിക്സ് ചെയ്തെടുക്കാം. ഇതപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളകിന് ശേഷം ഞാൻ തക്കാളിയാണ് ഇടുന്നത്. ഒരു 3 തക്കാളി ആട്ടോ ഞാൻ ഇട്ടത്. അതും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം മുളക് പൊടി, അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ, അതിനുശേഷം 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാ മസാലകളും ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാലാസിൻ്റെ പച്ച മണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല നമ്മളൊരു 2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ചിക്കനും അതിലേക്ക് ഇട്ട ശേഷം മസാലകൾ നല്ല പിടിക്കുന്ന പോലെ നമ്മൾ നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില തൂവി കൊടുക്കുന്നുണ്ട്. നോക്കൂ, നല്ലതുപോലെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. ചിക്കനിൽ തന്നെ വെള്ളം കൊണ്ട് അത് വെന്തോളും കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഒരു വെള്ളവും ആഡ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് അവരവർക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി, പൊറോട്ടൻ്റെ കൂടെയൊക്കെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഇത് നമ്മൾ ബിരിയാണീൻ്റെ കൂടെയാട്ടോ കഴിച്ചത്. അടുത്ത ബിരിയാണി റെസിപ്പിയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.